ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫിസിക്കൽ കാർഡ് എടുക്കേണ്ടി വരും. സ്യൂക്ക കാർഡ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല, സാധാരണ ലോക്കൽ ഷോപ്പുകളിൽ ലഗേജ് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സ്യൂക്ക കാർഡ് സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളെ അവിടെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ക്യൂ സിസ്റ്റം ആണ്. അതിന്റെ സെൻട്രൽ ഭാഗത്ത് ട്രെയിനിലെ യാത്രക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. രണ്ട് സൈഡിലും ക്യൂ നിൽക്കാനുള്ളത് കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നല്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ടോക്കിയോ ഡ്രിഫ്റ്റ് പോലെയുള്ള ഹോളിവുഡ് പടങ്ങളാണ് ഈ ഒരു പ്ലേസിനെ ഫേമസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ചെറി ബ്ലോസം സീസൺ ഇത്രയും ഫേമസ് ആവുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എർത്ത്ക്വേക്ക് അഥവാ ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ തലസ്ഥാന നഗരമായ ടോക്കിയോ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഒന്നാണ്. ഇത്രയും ജനസാന്ദ്രതയുള്ള മറ്റൊരു നഗരം ഈ ഒരു ലോകത്ത് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടോക്കിയോ നഗരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ജപ്പാനിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ അല്ലെങ്കിൽ ജപ്പാന്റെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള മൗണ്ടെയിൻ എന്ന് പറയാം, മൗണ്ട് ഫൂജിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ടോക്കിയോയിൽ എത്തുന്നത് രാവിലെ 8 മണിക്കാണ്. ഹോട്ടൽ ചെക്ക് ഇൻ വൈകുന്നേരമാണ്. നേരത്തെ തന്നെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത് കിടന്നുറങ്ങാൻ ശ്രമിക്കരുത്. കാരണം ജെറ്റ് ലാഗ്, നല്ല ടയേർഡ് നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ രാത്രി മാത്രം ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പം ഇവിടെ എയർപോർട്ടുകളിൽ ഷവർ റൂംസ് അവൈലബിൾ ആണ്. നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായി റിലാക്സ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണത്. നെക്സ്റ്റ്, ലഗേജ് എവിടെയെങ്കിലും സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ലഗേജ് സ്റ്റോറേജ് ടോക്കിയോയിൽ ഭയങ്കര ഈസിയാണ്. എല്ലാ പ്ലേസിലും നമുക്ക് കാണാൻ പറ്റും. 1000 yen ആണ് ഇതിന് വരുന്നത്. ടൈം ഒന്നുമില്ല, നമുക്ക് 24 hourനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ലഗേജ് തിരിച്ചെടുക്കാൻ പറ്റും. ടൈം സോൺ ഡിഫറെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ജെറ്റ് ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതുകൂടാതെ തന്നെ നമ്മൾ നന്നായിട്ട് നടക്കുക, ബോഡി ആക്റ്റീവ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണി വരെ അങ്ങനെ നടന്നു. ടോക്കിയോയിലെ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഇതിനെ പറയുന്നത് ഷിബുയ സ്ക്രാമ്പിൾ സ്ക്വയർ എന്നാണ്. സ്ക്രാമ്പിൾ സ്ക്വയർ എന്ന് പറയാൻ കാരണം ഇതൊരു സിംഗിൾ സീബ്ര ക്രോസിംഗ് അല്ല, 5 സീബ്ര ക്രോസിംഗ് ആണ്. ഒരേ സമയത്താണ് ഈ 5 ക്രോസിംഗും ഓപ്പൺ ആകുന്നത്. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഡെയിലി ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനാണിത്. കണക്കുകൾ പ്രകാരം ഓരോ 2 മിനിറ്റിലും 3000-ന് മേലെ ജനങ്ങളാണ് ഈ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് യൂസ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നല്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ടോക്കിയോ ഡ്രിഫ്റ്റ് പോലെയുള്ള ഹോളിവുഡ് പടങ്ങളാണ് ഈ ഒരു പ്ലേസിനെ ഫേമസ് ആക്കിയിട്ടുള്ളത്. ടോക്കിയോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു കാർട്ടിങ്, പ്രത്യേകിച്ച് ഷിബുയ ക്രോസിംഗിലൂടെയുള്ള കാർട്ടിങ്. ഇതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഗെറ്റ് യുവർ ഗൈഡിൽ ഒത്തിരി ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടോക്കിയോയുടെ 360 ഡിഗ്രി പനോരമ വ്യൂ കാണാൻ പറ്റുന്ന ഷിബുയ സ്കൈ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ്. ഇത് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ടിക്കറ്റ് ആണ്. 14 ഡേയ്സ് മുമ്പാണ് ഇവർ ഈ ഒരു ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ടിക്കറ്റ് വിത്തിൻ സെക്കൻഡ്സ് സോൾഡ് ഔട്ട് ആകും. ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും ടൈമും കൺഫേം ചെയ്യുക. അതിനുശേഷം അതിന് 14 ദിവസം മുന്നേ ഉള്ള രാത്രി 12 മണിയാവുന്ന ടൈം റിമൈൻഡർ വെക്കുക ഫോണിൽ. അപ്പൊ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇവരുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ടിക്കറ്റ് റിസർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു ഫുൾ ടിക്കറ്റും സോൾഡ് ഔട്ട് ആകും.
ഒരാൾക്ക് ഏകദേശം 3500 yen ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. എന്നാൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഇത്രയും പൈസ മുടക്കി കയറാൻ മാത്രം വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോക്കിയോ ഒക്കെ വിസിറ്റ് ചെയ്യുന്നവര് മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട, നമ്മുടെ പൈസയ്ക്ക് വെർത്തായിട്ടുള്ള എന്നാൽ അതിനും അപ്പുറത്തുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ഷിബുയ സ്കൈ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള ടോക്കിയോയുടെ ഹൃദയഭാഗത്ത് 144 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിൻജുക്കു ജിയോൺ നാഷണൽ ഗാർഡൻ ആണ് നമ്മൾ കാണുന്നത്. ശരിക്കൊരു അത്ഭുതം തന്നെയാണത്. കാരണം ഇത്രയും തിരക്കുള്ള ജനസാന്ദ്രമായിട്ടുള്ള ഒരു സിറ്റിയുടെ നടുക്ക് ഇത്രയും വലിയൊരു ഗാർഡൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഷിബുയ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും തന്നെ കാണുന്ന 2 ലൊക്കേഷൻസ് ആണ് ഷിബുയ ക്രോസിംഗും ഷിബുയ സ്കൈയും. എന്നാൽ ഇത് മാത്രമല്ല, ഇവിടെ വരുന്നവര് മറക്കാതെ കാണുന്ന മറ്റൊന്നു കൂടിയുണ്ട്, ഹാച്ചിക്കോ ഡോഗിന്റെ സ്റ്റാച്യു. ഹാച്ചിക്കോ എന്ന് പറയുന്ന പേര് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഷിബുയ ട്രെയിൻ സ്റ്റേഷന്റെ തൊട്ട് പുറത്തായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റാച്യു കാണാൻ സാധിക്കുക. ഈ ഒരു ഹാച്ചിക്കോന്റെ ഓണർ ഈ ഒരു സ്റ്റേഷനിലാണ് ഡെയിലി വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അയാൾ തിരിച്ചു വരാതിരിക്കുകയും ഈ ഒരു ഹാച്ചിക്കോ മരണം വരെ ഏകദേശം 8 വർഷത്തിന് മേലെ അയാളെ കാത്ത് ഈ ഒരു സ്റ്റേഷനിൽ നിന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും ഫേമസ് ആവുന്നതും. ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇതിനെ പോലെ ലോയൽ ആയിട്ടുള്ള മറ്റൊരു ഡോഗ് പിന്നീട് ഈ ഒരു ലോകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. ജപ്പാനൊക്കെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ റൂൾസ്. ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും നമുക്ക് എല്ലാ റൂൾസും ബാധകമാണ്. അതിൽ ഒന്നാമത് പറയുന്നത് അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് സിസ്റ്റം ആണ്. പബ്ലിക് ആയിട്ട് നമുക്ക് വേസ്റ്റ് ബിന്ന് കാണാൻ സാധിക്കില്ല. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വേസ്റ്റും നമ്മൾ തന്നെ ക്യാരി ചെയ്ത് തിരിച്ച് നമ്മൾ സ്റ്റേയിൽ കൊണ്ടുപോയിട്ട് മാത്രമേ കളയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൗഡായിട്ട് സംസാരിക്കുന്നത് അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ അവിടെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ക്യൂ സിസ്റ്റം ആണ്. ട്രെയിനിലൊക്കെ കയറുന്നൊക്കെ സമയത്ത് അവർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നതും. അപ്പൊ അതിന്റെ സെൻട്രൽ ഭാഗത്ത് ട്രെയിനിലെ യാത്രക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള സ്പേസ് ആണ്. 2 സൈഡിലും ക്യൂ നിൽക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും ഈ ഒരു ക്യൂവിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് സ്യൂക്ക കാർഡ്. ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫിസിക്കൽ കാർഡ് എടുക്കേണ്ടി വരും. സ്യൂക്ക കാർഡ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല, സാധാരണ ലോക്കൽ ഷോപ്പുകളിൽ ലഗേജ് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സ്യൂക്ക കാർഡ് സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 പേര് ട്രാവൽ ചെയ്യുന്ന സമയത്ത് 3 ഡിഫറെന്റ് സ്യൂക്ക കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ കിഡ്സിന് ചൈൽഡ് സ്യൂക്ക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാവുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ അവർക്ക് 50% മാത്രമേ ചാർജ് ആവുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ടോക്കിയോയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ടെമ്പിളിലാണ്, സെൻസോജി ടെമ്പിൾ. 1400 വർഷം മുന്നേ ആണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരു വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെയാണ്. ജാപ്പനീസ് ട്രഡീഷണൽ ഐറ്റംസ് മെയിൻ ആയിട്ട് നമുക്ക് സൊവനിയർ ആയിട്ടും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. നമ്മൾ അവിടെ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു ഇപ്പം ജപ്പാനിൽ ചെറി ബ്ലോസം സീസൺ ആണ്, അതുകൊണ്ടായിരിക്കാമെന്ന്. പക്ഷെ ബേസിക്കലി അവർ പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ ഉത്സവം നടക്കുന്ന പ്രതീതിയാണ് ഇവിടെ ഇയർലി എല്ലാ ദിവസവും എന്നാണ്. ടൂറിസ്റ്റുകളായിട്ടും ലോക്കൽ പീപ്പിൾ ആയിട്ടൊക്കെ ഒത്തിരി ആളുകളാണ് ഡെയിലി ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ ടെമ്പിൾ ഏരിയകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണിത്. കുറെ ബോക്സുകൾ ഉണ്ടാവും. നമുക്ക് അതിലൊരു ബോക്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മളെ ലക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ലക്ക് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിവിടെ ടൈ ചെയ്ത് വെച്ചാൽ മതി. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പെർഫെക്റ്റ് ലൊക്കേഷൻ ആണ് ജപ്പാൻ. എന്നാൽ ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവർ ഒരു സൊവനിയർ പോലെ മേടിക്കുന്ന ഒന്നാണ് ഇവരുടെ ഒനിറ്റ്സുക ടൈഗർ ഷൂസ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു കാലയളവിലാണ് ഇവർ ഈ ഒരു ഷൂ ഇൻവെന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ഒളിമ്പിക്സ് വിൻ ചെയ്തു. എന്നാൽ ബ്രൂസ്ലി ഒരു ഫൈറ്റ് സീനിൽ ഈ ഒരു ഷൂ യൂസ് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് വേൾഡ് ഫേമസ് ആകുന്നത്. നമ്മൾ മലയാളികൾക്ക് ഈ ഒരു ഷൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മലയാളത്തിലെ തന്നെ സൂപ്പർ സ്റ്റാറുകൾ ഇന്ന് ഇന്റർവ്യൂകളിൽ യൂസ് ചെയ്യുന്നത് ഇതിന്റെ യെല്ലോ കളർ മോഡലാണ്.
ചെറി ബ്ലോസം അല്ലെങ്കിൽ സക്കൂറ എന്ന് പറയുന്നത് ഇന്ന് പല രാജ്യങ്ങളിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ജപ്പാനിലെ ചെറി ബ്ലോസം സീസൺ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആണ്. സാധാരണ നമ്മൾ ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് സീസണിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ജപ്പാൻകാർ ഇതിനെ കാണുന്നത് ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു സന്തോഷമായിട്ടാണ്. ഹനാമി എന്നാണ് അവർ ഇതിനെ പറയുന്നത്. അതായത് ചെറി ബ്ലോസം എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് ടൈമാണ്. പെട്ടെന്ന് വരും, ഒത്തിരി ഫ്ലവേഴ്സ് വരും, പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും. അതുപോലെയാണ് ജീവിതം എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് ഫുഡ് കഴിക്കാൻ പെർമിഷൻ ഇല്ലാത്ത ജപ്പാനിലെ ഈ ഒരു ചെറി ബ്ലോസം സീസണിൽ ആളുകൾ ഫാമിലി ആയിട്ട് പിക്നിക് ചെയ്യും. അത് ആ ഒരു സമയത്ത് അലൗഡ് ആണ്. ഈ ഒരു ചെറി ബ്ലോസത്തിന്റെ അടിയിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ചെറി ബ്ലോസം സീസൺ ഇത്രയും ഫേമസ് ആവുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ടോക്കിയോ നഗരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ജപ്പാൻ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.